ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്സ് ആണ്, തേങ്ങാമുറി. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു തേങ്ങാമുറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്ത് തോടൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള കനം കുറച്ച് അരിഞ്ഞതിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് ഈ കളറാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം ചിക്കൻ ചേർക്കുന്നുണ്ട്. ഇത് മഞ്ഞളും കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പൊട്ടാറ്റോ വേവിച്ചുടച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. മസാല തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മുട്ട ഷേപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുന്നതിന് മുമ്പ് കോട്ട് ചെയ്തെടുക്കാൻ 2 മുട്ട വേണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ്, 2 ടേബിൾ സ്പൂൺ മൈദയും വേണം. ഇത് 3ഉം റെഡിയാക്കി വെക്കാം. ഇനി ഒരു മുട്ട എടുത്ത് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മസാല നന്നായി പിടിച്ച് കിട്ടാനാണ്. ഇനി ഒരു വലിയ ബൗളാക്കിയിട്ട് മസാല എടുത്ത് മുട്ടയുടെ മുകളിൽ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. ഇത് നന്നായി ഷേപ്പാക്കിയെടുക്കാം. എല്ലാ മുട്ടയും ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഇനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കാം. എല്ലാ മുട്ടയും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡായാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ മുറിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് തേങ്ങാമുറി ഷേപ്പ് കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്